وعن أبي هريرة عبد الرحمن بن الصخر رضي الله عنه ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച അവിടുത്തോടുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് പട്ടിണിയും ദാരിദ്ര്യവുമൊക്കെ ഉണ്ടായിട്ടും മറ്റു തൊഴിലുകൾക്കൊന്നും പോയി വിശപ്പടക്കാതെ നബിയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അറിവ് പകർത്തി അത് ലോകർക്ക് പകർന്നു കൊടുത്ത് ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത മഹാൻ എന്ന ഖ്യാതി നേടിയ ഭാഗ്യം ചെയ്ത സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് ഇനി മഹാൻ അവர்களுമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് വരാനുണ്ട്. ഖാല അവിടുന്ന് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹു നിങ്ങളുടെ തടികളിലേക്ക് നോക്കുകയില്ല. അത് തടിച്ചിട്ടാണോ, മെലിഞ്ഞിട്ടാണോ, നീണ്ടതാണോ, കുറുങ്ങിയ രൂപത്തിലാണോ എന്ന് അള്ളാഹു താല ഉണ്ടാവില്ല. കുറിയവനാണോ എന്ന് അള്ളാഹു താല നോക്കുകയില്ല. വലായിലാ സുവരിക്കും, നിങ്ങളുടെ രൂപങ്ങളിലേക്കും നോക്കുകയില്ല. നിങ്ങൾ വെളുത്തവരാണോ, കാണാൻ ഭംഗിയുള്ളവരാണോ, നല്ല സ്ട്രക്ചറുള്ള ബിൽഡപ്പായ ഫിറ്റായ ബോഡിയുള്ള ആളുകളാണോ എന്നൊന്നും അള്ളാഹു താല നോക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക പരിഗണന അള്ളാഹു താല നൽകുകയില്ല എന്നാണ്. അല്ലാതെ അള്ളാഹു താലാക്ക് തടിച്ച ആള് റബ്ബേ എൻ്റെ തടി കുറയണം എന്ന് ദുആ ചെയ്യുമ്പോഴും, മെലിഞ്ഞ ആള് നിങ്ങൾക്ക് അത്യാവശ്യം തടി വേണം ദുആ ചെയ്യുമ്പോഴും അള്ളാഹു അത് മൈൻഡ് ചെയ്യില്ല എന്നല്ല പറഞ്ഞത്. മറിച്ച് നിങ്ങൾ തടിച്ചു എന്നുള്ളത് കൊണ്ട്, മെലിഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ അമലുകൾക്ക് സ്വീകാര്യത അല്ലെങ്കിൽ സ്വീകാര്യത ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂലി, നിങ്ങൾക്ക് പരിഗണന, സമൂഹത്തിൽ നിന്ന് നിങ്ങൾ വെളുത്ത ആളാണ് എന്ന നിലക്ക് കിട്ടുന്ന പരിഗണന, അല്ലെങ്കിൽ നിങ്ങൾ കറുത്ത ആളാണ് എന്ന നിലക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അവഗണന, ഇതൊന്നും അല്ലാഹുവിൻ്റെ അരികിൽ ഇല്ല. വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും, അല്ലാഹു തആല നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുക. തടിച്ചവൻ നിസ്കരിച്ചാലും മെലിഞ്ഞവൻ നിസ്കരിച്ചാലും കുറിയവൻ നിസ്കരിച്ചാലും അള്ളാഹു ജല്ല ജലാലുഹു നോക്കുന്നത് അവൻ്റെ ഹൃദയം ആ അമലിനോടുകൂടെ എങ്ങനെയാണ് അറ്റാച്ച്ഡ് ആയിരുന്നത് എന്നുള്ളതാണ് അള്ളാഹു താല നോക്കുക. അപ്പൊ നിസ്കരിക്കുന്നു, അള്ളാഹു ഹൃദയത്തിൽ എന്താണ് അവൻ്റെ ഉള്ളിലുള്ളത്? അവൻ ദുആ ചെയ്യുന്നുണ്ട്, മണിക്കൂറുകളോളം സ്റ്റേജിലിരുന്നു കൊണ്ട് ആളുകൾ കാണുക ദുആ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആരും കാണാതെ ഇരുന്ന് റൂം അടച്ചിട്ട് ഇബാദത്ത് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തെ കുറിച്ച് അറിയാം. ഉമ്മയെക്കുറിച്ചോ സഹോദരിയെക്കുറിച്ചോ അവർ റൂമിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോയി വാതിലടച്ചിരുന്ന് റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഇബാദത്ത് എടുക്കുന്ന ആളാണ് എന്ന് ജനസംസാരമുണ്ട്. ജനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് അഡ്രസ്സുമുണ്ട്. അതൊന്നും ഇവിടെ യേശുകയില്ല. അള്ളാഹു താല നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അപ്പൊ ജനങ്ങൾ നമ്മളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ഗുഡ് അഡ്രസ് അല്ല അവർ പറയുന്നത്. നിസ്കരിക്കുമ്പോൾ ജനങ്ങൾ മൂപ്പര് കാണിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ ജനങ്ങൾ പറയുന്നു, ആളെ കാണാൻ വേണ്ടിയാണ് മൂപ്പര് തസ്ബീ ചൊല്ലുന്നതെന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ എന്താണോ നമ്മളുള്ളത് അതാണ് അള്ളാഹു താല നോക്കുക എന്നുള്ളത്. ഒരുപാട് സമാധാനിക്കാനുള്ള, പുറം പൂച്ചുകൾക്കൊന്നും അപ്പിയറൻസുകൾക്കൊന്നും പ്രാധാന്യമില്ല. അത് ഹൃദയത്തിൻ്റെ തീരുമാനത്തിനും ഹൃദയത്തിൻ്റെ ചായ്വുകൾക്കുമൊത്താണ് അമലുകളുടെ പ്രതിഫലങ്ങൾ കണക്കാക്കുക എന്ന് ഈ ഹദീസിൽ നിന്ന് സുതരാൻ വ്യക്തമാണ്. ഒന്നും കൂടെ പറയാം, ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും, അള്ളാഹു നിങ്ങളുടെ ജിസ്മുകളിലേക്ക്, അതിൻ്റെ തടിവണ്ണങ്ങളിലേക്ക് അള്ളാഹു താല നോക്കുകയില്ല. വലാ ഇലാ സുവരിക്കും, അള്ളാഹു താല നിങ്ങളുടെ രൂപങ്ങളിലേക്ക് നോക്കുകയില്ല. വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ
ഹൃദയങ്ങളിലേക്ക് അല്ലാഹു തആല നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, എട്ടാമത്തെ ഹദീസ്. വൻ അബി മൂസ അബ്ദുല്ലാഹി ബിൻ ഖൈസ് അശ്അരി റളിയല്ലാഹു അൻഹു ഖാല സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, അനി റജുലി യുഖാതിലു ശജാഅതൻ, ഒരാൾ ധീരനാണ് എന്ന നിലക്ക് യുദ്ധം ചെയ്യുന്നു. അദ്ദേഹത്തെ കുറിച്ച് നല്ല ധീരനാണെന്ന് ജനസംസാരമുണ്ട്. വയുഖാതിലു ഹമിയതൻ, പിന്നെ വേറൊരാള് ഹമീയത്തായിട്ട്, ഹമീയത്ത് പറഞ്ഞാൽ തൻ്റെ വർഗപ്പേരിന് വേണ്ടിയിട്ട്, തൻ്റെ കുലമഹിമക്ക് വേണ്ടിയിട്ട്, തങ്ങളുടെ ഗോത്രപെരുമയ്ക്ക് വേണ്ടിയിട്ട്, ഇന്ന വിഭാഗത്തിലെ അംഗം വെട്ടിയ ചേകവരാണ്, ഇന്ന പരമ്പരയിലെ ഗുരുക്കന്മാരാണ് എന്ന നിലക്ക് അവരുടെ മഹിമ വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു യോദ്ധാവാണ്. വയുഖാതിലു റിയാഅൻ, വേറൊരാള് ലോകമാന്യത്തിന് വേണ്ടിയിട്ട്, താൻ വലിയ യോദ്ധാവാണ്, താൻ വലിയ പോരാളിയാണ് എന്ന് പറയാൻ വേണ്ടി, റിയാഇന് വേണ്ടി ഒരാൾ യുദ്ധം ചെയ്യുന്നു. വേറൊരാള് വർഗ മഹിമ കാണിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു. വേറൊരാള് ധീരനാണെന്ന് അഡ്രസ് ചെയ്യപ്പെടാൻ വേണ്ടി നിലക്ക് യുദ്ധം ചെയ്യുന്നു. താൻ ധീരനായ ഒരാൾ, ഞാൻ യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റൂല, ഞാൻ ക്ഷത്രിയനാണ്, യുദ്ധം ചെയ്യണം എന്ന നിലക്ക് അങ്ങനെ യുദ്ധം ചെയ്യുന്നു. അയ്യു ദാലിക ഫീ സബീലില്ലാഹ്, നബിയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇത് ഏതാണ്? അപ്പൊ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹിൽ ഉൽയാ വഹുവ ഫീ സബീലില്ലാഹ്, മൻ ഖാതല, വല്ലവൻ യുദ്ധം ചെയ്താൽ, ലിതകൂന കലിമത്തുല്ലാഹ്, അള്ളാഹുവിന്റെ വചനമാകാൻ വേണ്ടിയിട്ട്, ഹിയൽ ഉൽയ, അള്ളാഹുവിന്റെ വചനം ഉന്നതിയിലാകാൻ വേണ്ടിക്കൊണ്ട് ആരാണോ പോരാടുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് ജീവിക്കാനുള്ള പ്രയാസത്തിന്റെ പേരിൽ മതനിയമങ്ങൾക്കൊത്തുകൊണ്ട് ജീവിക്കാനും സമാധാനപൂർണമായ അന്തരീക്ഷം ഉണ്ടാകാനും വേണ്ടിയിട്ട്, കലിമത്തുല്ലാഹിൽ ഉള്ളിയാകാൻ വേണ്ടിയിട്ട് അനിവാര്യമായ ഘട്ടങ്ങളിൽ ആരോട് പോരാടുന്നോ, ഫഹുവ ഫീ സബീലില്ലാഹ്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ. നിങ്ങൾ ധീരതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യോദ്ധാവല്ല. നിങ്ങൾ വർഗമഹിമയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലോ അല്ല, നിങ്ങൾ ധീരനാണെന്ന് പറയപ്പെടാൻ വേണ്ടിയിട്ടാണെങ്കിലോ അതല്ല. അതൊക്കെ നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് കിട്ടും. നിങ്ങൾ ധീരനാണെന്ന് ആളുകൾ പറയും, നിങ്ങൾ വലിയ പോരാളിയാണെന്ന് ആളുകൾ പറയും, നിങ്ങൾ യുദ്ധം ചെയ്ത നിങ്ങളുടെ കുലമഹിമയെക്കുറിച്ചും ഗോത്രമഹിമയെക്കുറിച്ചും വർഗപരിമയെക്കുറിച്ചൊക്കെ ജനങ്ങൾ വാചാലരായിക്കൊണ്ടിരിക്കും. അതൊന്നിനും ഒരു തടസ്സം ഉണ്ടാവില്ല, അത് അപ്രകാരം നടക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ വന്നുകൊണ്ട് യോദ്ധാവായിക്കൊണ്ട് പോരാടിക്കൊണ്ട് കൂലി വാങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് അള്ളാഹു താല നോക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ട് ആരാണ് യുദ്ധം ചെയ്തത്. അപ്പോൾ അവിടെ വർഗം പ്രശ്നമല്ല, വർണ്ണം പ്രശ്നമല്ല, സ്വന്തം ഇഷ്ടം പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല, ലോകമാന്യവും ഒന്നും അവിടെ കടന്നു വരുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ട്, അള്ളാഹുവിന് വേണ്ടിയിട്ട് യുദ്ധക്കളത്തിലിറങ്ങി സമരമുഖത്തിറങ്ങാൻ നിങ്ങൾക്ക് ആർക്കെല്ലാം സാധിച്ചോ, അതിനുവേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ടോ? ഇക്കാലത്തെ ഭൂമിശാസ്ത്രപരമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. നിങ്ങളുടെ കൊടിയുടെ രാഷ്ട്രീയ കൊടിയുടെ നിറത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്. അതല്ല നിങ്ങളുള്ള ഒരു ജില്ലക്ക് വേണ്ടിയിട്ടാണ്, നാടിന് വേണ്ടിയിട്ടാണ്, ഭൂഖണ്ഡത്തിന് വേണ്ടിയിട്ടാണ്, എന്തിനാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്? അതല്ല ഇവിടെ വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ യുദ്ധം ചെയ്തതെങ്കിൽ നിങ്ങൾ ആരാണ്? നിങ്ങൾ പോരാളികളാണ്, നിങ്ങൾ യോദ്ധാക്കന്മാരാണ്. അതാണ് സബീലുള്ള, അതാണ് ഷഹീദ് എന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ സമകാലീന വായനകളൊക്കെ നമുക്ക് ചേർത്ത് നോക്കാം. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു തുണിയിൽ, പച്ച തുണിയിൽ വെള്ള ലെറ്റർ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ എഴുതിക്കൊണ്ട് നടത്തുന്ന എല്ലാ യുദ്ധങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിലായിക്കൊള്ളുന്നുണ്ടാവില്ല. കേവലമായ രാഷ്ട്രീയത്തിന്റെ പേരിലായേക്കാം, തെരഞ്ഞെടുപ്പ് വ്യവസ്ഥിതിയുടെ പേരിലായേക്കാം. എന്തിനും ലാ ഇലാഹ ഇല്ലല്ലാഹും അല്ലാഹു അക്ബറും ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് സബീലുള്ളാഹി ആകുകയില്ല എന്നാണ് ഹബീബായ തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പറഞ്ഞു പഠിപ്പിച്ചത്. അടുത്തത് ഒമ്പതാമത്തെ ഹദീസ്. وعن أبي بكرة نفيع بن الحارث الثقفي رضي الله عنه
അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അവിടുന്ന് പറഞ്ഞു, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ, രണ്ട് മുസ്ലിങ്ങൾ പരസ്പരം അവർ വാളെടുത്തുകൊണ്ട് പോരാടിയാൽ ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊല ചെയ്തവനും കൊല ചെയ്യപ്പെട്ടവനും ഫിന്നാർ, നരകത്തിലാണ്. രണ്ട് മുസ്ലിങ്ങൾ പരസ്പരം വാളെടുത്ത് യുദ്ധം ചെയ്തു. ഒരാള് ഘാതകനായി, ഒരാള് കൊല്ലപ്പെട്ടും ചെയ്തു. അപ്പൊ കുൽത്തു, അബൂബക്കർ ബിൻ ഹാരിസ് സഖഫി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, തിരുപ്രവാചകരെ, ഹാദാ അൽ ഖാതിൽ, കൊന്നവൻ നരകത്തിലാണ് എന്നുള്ളത് നിസ്സംശയം കൊലയാളിക്ക് കുറ്റം തന്നെയാണല്ലോ. ഫമാ ബാലുൽ മഖ്തൂൽ, കൊല്ലപ്പെട്ടവൻ എന്തിനാണ് നബിയെ നരകത്തിൽ പോകുന്നത്? രണ്ടാളും മുസ്ലിങ്ങളാണ്. ഒരു മുസ്ലിമിനെ കൊന്നു കഴിഞ്ഞാൽ അത് കൊല്ലാനുള്ള ഓപ്ഷന് ഇല്ല. നിലവിലുള്ള നിയമപ്രകാരം അനുവദിക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ ഓക്കെ. ഇതിപ്പോ രണ്ടുപേരും അങ്ങനെയാണെങ്കിൽ ഒരാള് പിന്നെ വ്യഭിചരിച്ചതിന്റെ മേലിൽ എറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊല നടത്തിയതിന്റെ പേരിൽ തിരിച്ചു കൊല്ലുക എന്നുള്ള ഖിസാസ് എടുക്കുക എന്നുണ്ടെങ്കിൽ മറ്റാളെ കയ്യിൽ വാളുണ്ടാവില്ലല്ലോ, അയാള് പാസീവായിട്ട് ഉണ്ടാവുകയല്ലേ ചെയ്യുക. ഇത് രണ്ടും ആക്റ്റീവ് കൊല പോരാളികളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അനുവദിച്ച രീതിയിലല്ല കൊല അവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് നബിയെ, കൊന്നവൻ നരകത്തിൽ, അതാ റഹദ അൽ ഖാതിൽ, കൊന്ന ആളാണ് നരകത്തില്, അത് ശരി. ഫമാ ബാലുൽ മഖ്തൂൽ, അവ കൊല്ലപ്പെട്ടവൻ, ജീവൻ ത്യജിക്കേണ്ടി വന്നവൻ എങ്ങനെ നരകത്തിൽ പോകുന്നു നബിയെ? ഖാല ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി യാ റബ്ബ്. കണ്ടോ, ഇന്നഹു, ഇവനായിരുന്നു, കൊല്ലപ്പെട്ടവനായിരുന്നു, ആന ഹരീസൻ, അവൻ ആഗ്രഹിച്ച് ആർത്തി വെച്ചവനായിരുന്നു, അലാ ഖത്ലി സാഹിബിഹി, ഇവനും തന്റെ കൂട്ടുകാരനെ കൊല്ലാൻ വേണ്ടി ഇവനും ഹക്കം പാർത്തിരുന്നു. ഇവൻ വെട്ടിയിരുന്നു, മറ്റവനെ തടുത്തതാണ്. ഇവൻ കുന്തം കൊണ്ട് ആഞ്ഞു കുത്തിയിട്ടുണ്ടാകും. അവനെ വീഴ്ത്താനുള്ള ശ്രമങ്ങൾ ഇവന്റെ പഠിച്ച അടവുകളിൽ നിന്ന് അവൻ പറ്റിയിട്ടുണ്ടാകും. അവന്റെ ഉള്ളിൽ മറ്റുള്ളവനെ കൊലപ്പെടുത്തണം എന്നുള്ള പൂർണ്ണമായ ചിന്തയോടുകൂടെ തന്നെയാണ് രണ്ടുപേരും യുദ്ധം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷെ സാന്ദർഭികവശാൽ അടവുകൾ പിഴച്ചത് കൊണ്ടാകാം, വാളിന്റെ ഉന്നം പിഴച്ചത് കൊണ്ടാവാം, മറ്റവന്റെ വെട്ടിന്റെ ശക്തി കൂടിയത് കൊണ്ടാവാം ഇവൻ മരണപ്പെട്ടു. പക്ഷേ ഇവന്റെ ഉള്ളിലുണ്ടായിരുന്ന നിയത്ത് തൻ്റെ മുസ്ലിം സഹോദരനെ കൊല്ലണം എന്നുള്ളതായതുകൊണ്ട് ആ ഒരു രീതിയിൽ അതിന് ആ സ്റ്റാറ്റസ് എടുത്തുകൊണ്ട് അള്ളാഹു തആല അവരെ നരകത്തിലേക്ക് പറഞ്ഞേക്കുന്നു. അവസരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തെറ്റിൽ പോകാനുള്ള ആ സാഹചര്യത്തെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് അവസരങ്ങൾ വന്നാൽ തെറ്റിൽ പോകാനുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി തയ്യാറായിക്കൊണ്ട് മനസ്സിൽ ദൃഢനിശ്ചയം എടുത്ത ആളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാരണം ഇവന് മറ്റവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ ഇവനും വാളെടുത്തത്, ഇവനും മാഞ്ഞു വെട്ടിയത്, ഒക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. വെട്ടങ്ങാനും മറ്റവൻ തടുക്കാതെ വിട്ടിരുന്നെങ്കിൽ അത് അവനെ നെഞ്ചിൽ തറച്ച് മറ്റവനായിരുന്നു മരിക്കുക. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും കൊലയാളികളാണ്. കൊന്നതിന്റെ പേരിൽ ഒരാൾ നരകത്തിലും, കൊല്ലാൻ തുനിഞ്ഞു ശ്രമിച്ചു എന്നതിന്റെ പേരിൽ കൊല്ലപ്പെട്ടവർ നരകത്തിൽ പോകുന്ന അകൃത്യമായ നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഹബീബായ തങ്ങൾ അവരുടെ വിഷയങ്ങൾ പറഞ്ഞു. അപ്പൊ നീയത്ത് അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാവുക. അതിനു എടുത്ത തീരുമാനങ്ങളോട് നമ്മുടെ സാഹചര്യ സന്ദർഭങ്ങളെ നമ്മൾ ഇണക്കിക്കൊണ്ടുവന്ന് ആ എടുത്ത തീരുമാനത്തെ നടപ്പിലാക്കാനുള്ള നമ്മുടെ വ്യഗ്രത അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രതിഫലങ്ങളും. അതാണ് റിയാദുസ് സ്വാലിഹീനിലെ ഈ ഇഖ്ലാസ് എന്ന പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് നന്മകൾക്കുള്ള ഒരുക്കമായേക്കാം, നന്മ ചെയ്യാനുള്ള, മറ്റുള്ളവരെ സഹായിക്കാനുള്ള, സംഘടനാ പ്രവർത്തനം നടത്താനുള്ള, ദീനീയ കാര്യങ്ങൾ ചെയ്യാനുള്ള, മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായിക്കൊണ്ട് ആ ഒരു മനസ്ഥിതി കീപ്പ് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് അള്ളാഹു തആല നമുക്ക് പ്രതിഫലം നൽകുകയാണ്. ഇപ്പൊ ജീവിതത്തിന്റെ പല ദിശാസന്ധികളിലും പഠനം സാധ്യമാവാതെ കിതാബുകളും ഖുർആനും വിഷയസംബന്ധികളൊന്നും പഠിക്കാൻ സാധിക്കാതെ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഒരു ആട് അറിയുകയും
ഓൺലൈൻ സംവിധാനത്തിലേക്ക് നിങ്ങൾ കടന്നു വരികയോ ചെയ്ത സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നല്ല നീയത്തുണ്ട്, ഇത് ഉഷാറാക്കണമെന്നുള്ള തീരുമാനമുണ്ട്. സാധാരണ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഉറക്കൊഴിവാക്കിക്കൊണ്ട് ആ പഠനത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങി ഇതിൻ്റെ രീതികളും ഇതിൻ്റെ മാനേഴ്സുകളും കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള നീയത്ത് രാജാതിരാജനായ അള്ളാഹു തആല അത് കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ നീയത്തുകൾക്ക് അള്ളാഹു തആല കൃത്യമായ പ്രതിഫലവും നൽകുന്നുണ്ട്. അതാണ് ഈ ഹദീസുകൾക്കുള്ളത്. ഇപ്പം ഞങ്ങൾ പറഞ്ഞ ഒരു ഒന്നോ ഒന്നര വരിയോ അതിൽ നിന്ന് കിട്ടുന്നത് എന്താണോ നമ്മുടെ നിയത്ത്, ആ നിയത്തനുസരിച്ച് എന്താണോ നമ്മൾ ചെയ്യാൻ ഒരുങ്ങിയത് അത് നമുക്കുണ്ടാകും. സാഹചര്യങ്ങൾ ജനങ്ങളോ നൽകുന്ന അഡ്രസ് ആയിക്കൊള്ളണമെന്നില്ല നമ്മുടെ ആ പ്രവർത്തനങ്ങളുടെ പരിണിതിയെ തീരുമാനിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വലാത്തു റജുലി ഫീ ജമാഅത്തിൻ, സ്വലാത്തു റജുലി ഒരാളുടെ നിസ്കാരം, ഫീ ജമാഅത്തിൻ ജമാഅത്തിലായിട്ട് ഒരു പുരുഷന്റെ നിസ്കാരം. കണ്ടോ, ജമാഅത്ത് പറഞ്ഞ സമയത്ത് മുത്തുനബി അവിടെ പുരുഷനെയാണ് പറഞ്ഞത്. പുരുഷന്മാർക്കാണ് ജുമുഅയും ജമാഅത്തും ഒക്കെ. സമൂഹത്തിൽ ഇറങ്ങി കാര്യങ്ങൾ ചെയ്യേണ്ടത് പുരുഷന്മാരാണ്. അപ്പോൾ സ്ത്രീകൾ സമൂഹത്തിൽ ഇറങ്ങണ്ടേ? ഇല്ല, സ്ത്രീകൾ സമൂഹത്തിൽ ഇറങ്ങണം എന്നില്ല. സമൂഹത്തിൽ ഇറങ്ങാതെ തന്നെ അവർക്ക് എന്താക്കാൻ പറ്റും? സമൂഹത്തിന് സേവനം ചെയ്യാൻ പറ്റും. സമൂഹത്തിൽ ഇറങ്ങേണ്ടവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കേണ്ടത് സ്ത്രീയാണ്. എല്ലാവരും സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുടുംബം, അടുക്കള, വീടിൻ്റെ പരിസരം ഇതൊക്കെ ആരാണ് നോക്കുക? പിന്നെ സ്ത്രീ എന്തിനാ പള്ളിക്ക് ജമാഅത്തിന് ഇരുന്നില്ല, ഓള് പിന്നെ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുക, കുടുംബത്തെ നോക്കുക, മറ്റു വീടിൻ്റെ പരിപാലനങ്ങൾ നോക്കുക, പിന്നെ നിസ്കരിക്കാൻ വേണ്ടി മാത്രം പള്ളിയിൽ വന്നിട്ട് അതിൻ്റെ കാര്യമില്ല. പുരുഷന്മാർ പള്ളിക്ക് വരുന്ന എന്തിനാ? പുരുഷന്മാർ പള്ളിക്ക് വന്ന് പരസ്പരം കണ്ടുമുട്ടി കഴിഞ്ഞ് ഇനി ഓൽക്ക് അടുത്ത കാര്യം ഓൽക്ക് ചെയ്യാണ്ട് പള്ളിയിൽ വന്ന് കാണുന്നു, പരിചയപ്പെടുന്നു, അവരെ സംസാരിക്കുന്നു, ദീനിയാ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇനി അടുത്തത് ഈ പള്ളിയിൽ വന്ന് കണ്ടുള്ള ബന്ധം കൊണ്ട് അവർക്ക് ഇനി സമൂഹത്തിൽ ഒരു പിന്നെ ദീനിയായ പ്രവർത്തനങ്ങൾക്ക്, ഒരു മഹല്ല് സംവിധാനങ്ങള്, നാട്ടിലെ ഒരു കുട്ടിനെ കെട്ടിക്കുന്ന വിഷയം, ഒരു വയ്യാതെ കിടക്കുന്ന രോഗിയുടെ ചർച്ച, ആവശ്യമുള്ള ആളുകളെ പരസ്പരമുള്ള വേദനകളെ പങ്കുവെക്കുക, ഇങ്ങനെയൊക്കെ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടും ആ ജനങ്ങൾക്കിടയിലുള്ള ബന്ധവും ദീനിന്റെ ചിഹ്നങ്ങളും ഒക്കെ ഉയർത്തുക എന്നുള്ളതാണ് ജമാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പുരുഷന്മാരാണ് ഇതിന് മുന്നിട്ടിറങ്ങേണ്ടത്. ഇതിന് സ്ത്രീകളല്ല മുന്നിട്ട് ഇറങ്ങേണ്ടത്. കാരണം സമ്പാദ്യവും കൂടുതൽ ആരോഗ്യവും അറിവും കഴിവും ദീനിയ കാര്യങ്ങളൊക്കെ മികച്ചു നിൽക്കുന്ന പുരുഷനാണ്. അപ്പം ആ പുരുഷൻ ജമാഅത്തിന് വരണം. ആ ജമാഅത്തിന് വന്നിട്ട് അവർ പരസ്പരം നാട്ടുകാരെ അറിയണം. ആ അറിവ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? സേവനം ചെയ്യണം. അതുവഴി ഉയർച്ച വരണം. അപ്പം ഇതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സ്ത്രീ അവൾ വീട്ടിൽ നിസ്കരിച്ചോട്ടെ. ഓള് പുരുഷനെയും ഓള് കുട്ടികളും കണ്ടാൽ മതി. മദ്രസയിലേക്ക് പോകുന്ന കുഞ്ഞു മക്കളെ വീട്ടിൽ നിന്ന് അവൾ ഒരുക്കി വിടുക. ജോലിക്ക് പോകേണ്ട ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. വീട്ടിൽ വയ്യാതെ വയസ്സായി കിടക്കുന്ന ഉമ്മയുടെയും വലിയമ്മയുടെയും കാര്യങ്ങളൊക്കെ സ്ത്രീ നോക്കുക. പുരുഷനോ സമൂഹത്തിൽ ഇറങ്ങിയിട്ടോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ജമാഅത്തിൽ പങ്കെടുക്കുക. അപ്പൊ സ്ത്രീക്ക് ജമാഅത്ത് വേണ്ട എന്നുള്ളതൊക്കെ സിമ്പിൾ ലോജിക്കാണ്. എൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ സ്വലാത്തു റജുലി ഒരു പുരുഷന്റെ നിസ്കാരം, ഫി ജമാഅത്തിൻ ഒരു സംഘത്തിലായിട്ട്, തസീദു അലാ സ്വലാത്തിഹി ഫി ബൈതിഹി അവൻ വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാൾ അത് ഇരട്ടി അധികരിക്കും. വസ്വലാത്തിഹി ഫി സൂഖിഹി അവന്റെ അങ്ങാടിയിൽ വെച്ച് കടയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ അധികരിക്കും. 27 ഇരട്ടി പ്രതിഫലം. അപ്പൊ പള്ളിയിൽ ചെന്നുകൊണ്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ആൾക്ക് എത്ര കിട്ടും? 27 ഇരട്ടി പ്രതിഫലം കിട്ടും. അപ്പൊ ഇമാമോട് കൂടെ ഒരു ഫാത്തിഹ ഓതുന്നു,
27 ഇരട്ടി ഫാത്തിഹ ഓതിയ കൂലി, 27 ഇരട്ടി ഖിയാമിന്റെ കൂലി, 27 ഇരട്ടി റുക്കൂഇന്റെ കൂലി, 27 ഇരട്ടി ഇഴ്തിദാലിന്റെ കൂലി. ഇങ്ങനെ നിസ്കാരത്തിൽ അവന് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ 27 ഇരട്ടി 27 ഇരട്ടി ഇങ്ങനെ എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ കൂടി വരും. പിന്നെ അതിൽ മിസ്റ്റേക്കുകൾ, ജമാഅത്തിൽ പാടില്ലാത്ത സംഗതികൾ, കറാഹത്തുകൾ, ഇങ്ങനെ ഓരോന്ന് വരുന്ന സമയത്ത് ഫാത്തിഹയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫാത്തിഹയുടെ കൂലി അവിടെ 27 ഇരട്ടിയിൽ നിന്ന് അവിടെ കുറയും. റുക്കൂയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ റുക്കൂവിൻ്റെത് അവിടെ കുറയും. സുജൂദിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഓരോന്നോരോന്ന് കുറയും. അപ്പൊ അതൊന്നും കുറയാതെ സമ്പൂർണമായിട്ട് ഇമാമോട് കൂടെ കറാഹത്ത് വരാത്ത രീതിയിൽ കറാഹത്താണ് എന്ന് കിതാബുകളിലൊക്കെ പറഞ്ഞ സംഗതികളൊക്കെ പാടെ ഉപേക്ഷിച്ചു കൊണ്ടാണ്. കറാഹത്തിന് കുറ്റം കിട്ടൂല, പക്ഷെ എന്ത് ചെയ്യും, അത് കൂലി കുറയാനുള്ള, ജമാഅത്ത് പോലത്തെ ഇതിന്റെ കൂലി കുറയാനുള്ള കാരണം അതാകും. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട്, സ്കിപ്പ് ചെയ്തുകൊണ്ട് കുറച്ചു നേരം ഒരു 5-6 മിനിറ്റ് ഒക്കെ ഉണ്ടാവുന്ന ജമാഅത്തിനായിട്ട് ഒരാൾ ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ അത് അവന്റെ കൃത്യമായ സമർപ്പണവും ഒരുക്കവുമാണ്. അതുകൊണ്ട് അതിന് 27 ഇരട്ടി പ്രതിഫലം കിട്ടും. വീടിന്റെ ഉള്ളിൽ നിന്ന് എത്ര നേരം ഒരുങ്ങി തയ്യാർ ചെയ്ത് നിസ്കരിച്ചു കഴിഞ്ഞാലും കിട്ടാത്തത് എന്ത് കിട്ടുകയാണ്? നൽകുമാറാകട്ടെ. വദാലിക, ഈ നിബിധങ്ങൾ പിന്നെ പറഞ്ഞതിനൊന്നും കൂടി നമുക്ക് തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലത്തെ വീട്ടിൽ നിന്നും ടൗണിൽ നിന്നും ഷോപ്പിൽ നിന്നൊക്കെ നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനുണ്ട്, അത് സംഗമ നിസ്കരിക്കുന്നതിനുണ്ട് എന്ന് ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇത് നിബിധങ്ങൾ പറഞ്ഞു. വദാലിക അന്ന അഹദഹും, നിങ്ങൾ ഓരോരുത്തരും ഇദാ തവല്ലഅ, വുളൂ ചെയ്തു, ഫഅഹ്സനൽ വുളൂഅ, വുളൂഇനെ നന്നാക്കി. അത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ്. ഇദാ തവല്ലഅ, വുളൂ ചെയ്തു, ഫഅഹ്സനൽ വുളൂഅ, വുളൂഇനെ നന്നാക്കി എന്ന് പറഞ്ഞാൽ ഒന്നും കേൾക്കുന്നില്ല എനിക്ക്.